യേശുക്രിസ്തു ആരാണ്? യേശുവിന്റെ ജീവിതാരംഭം എങ്ങനെയായിരുന്നു? യേശു മറ്റു മനുഷ്യരെപ്പോലെ ആയിരുന്നില്ല. ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പ് ഒരു ആത്മജീവിയായി സ്വർഗത്തിലായിരുന്നു. ദൈവത്തിന്റെ ആദ്യ സൃഷ്ടിയാണ് യേശു. മറ്റെല്ലാം സൃഷ്ടിക്കുമ്പോൾ യേശു ഒരു സഹായിയായി ദൈവത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. യേശുവിനെ മാത്രമാണ് യഹോവ നേരിട്ട് സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ടുതന്നെ ദൈവത്തിന്റെ ഒരേ ഒരു മകൻ എന്ന് വിളിച്ചിരിക്കുന്നു. യോഹന്നാൻ 1:14. ദൈവത്തിന്റെ വക്താവായി പ്രവർത്തിച്ചിട്ടുള്ളതുകൊണ്ട് വചനമെന്നും യേശുവിനെ വിളിച്ചിട്ടുണ്ട്. സുഭാഷിതങ്ങൾ 8:22-23 ഇങ്ങനെ വായിക്കുന്നു: യഹോവ തന്റെ വഴിയുടെ തുടക്കമായി എന്നെ നിർമ്മിച്ചു. ദൈവം പണ്ടു ചെയ്ത പ്രവൃത്തികളിൽ ഒന്നാമതായി എന്നെ ഉണ്ടാക്കി. തുടക്കത്തിൽ തന്നെ, പണ്ടുപണ്ടേ, ഭൂമി ഉണ്ടാകുന്നതിനു മുമ്പേ ദൈവം എന്നെ സ്ഥാപിച്ചു. 30 വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഒരു വിദഗ്ധ ജോലിക്കാരനായി ഞാൻ ദൈവത്തിനരികെയുണ്ടായിരുന്നു. എന്നും ദൈവത്തിന് എന്നോട് പ്രത്യേകമായൊരു ഇഷ്ടമുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ദൈവസന്നിധിയിൽ സന്തോഷിച്ചുകൊണ്ടിരുന്നു. കൊലോസ്യർ 1:15-16 ഇങ്ങനെ വായിക്കുന്നു: പുത്രൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികളിലും വെച്ച് ആദ്യം ജനിച്ചവനുമാണ്. കാരണം സ്വർഗത്തിലും ഭൂമിയിലുമുള്ള മറ്റെല്ലാം പുത്രനിലൂടെയാണ് സൃഷ്ടിച്ചത്. കാണാനാകുന്നതും കാണാനാകാത്തതും, സിംഹാസനങ്ങളാകട്ടെ, ആധിപത്യങ്ങളാകട്ടെ, ഗവൺമെന്റുകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, എല്ലാം പുത്രനിലൂടെയും പുത്രനു വേണ്ടിയും സൃഷ്ടിച്ചു. യേശു ഭൂമിയിൽ വന്നതെന്തിനാണ്? ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. സ്വർഗത്തിൽ നിന്ന് യേശുവിന്റെ ജീവനെ ഒരു ജൂതകന്യകയായ മറിയയുടെ ഉദരത്തിലേക്ക് മാറ്റിക്കൊണ്ടാണ് ദൈവം അത് ചെയ്തത്. അതുകൊണ്ട് യേശുവിന് ഭൂമിയിൽ ഒരു പിതാവില്ലായിരുന്നു. യേശു ഭൂമിയിൽ വന്നതിന് 3 കാരണമുണ്ട്. 1, ദൈവത്തെക്കുറിച്ചുള്ള സത്യം പഠിപ്പിക്കാൻ. 2, പ്രയാസ സാഹചര്യങ്ങളിൽ പോലും നമുക്കെങ്ങനെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാമെന്നതിൽ മാതൃക വയ്ക്കാൻ. 3, തന്റെ പൂർണ്ണതയുള്ള ജീവൻ ഒരു മോചനവിലയായി കൊടുക്കാൻ. മത്തായി 20:28 ഇങ്ങനെ വായിക്കുന്നു: മനുഷ്യപുത്രൻ വന്നതും ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും അനേകർക്കു വേണ്ടി തന്റെ ജീവൻ മോചനവിലയായി കൊടുക്കാനുമാണ്. നമുക്ക് മോചനവില ആവശ്യമായി വന്നത് എങ്ങനെ? മരണഭീഷണിയിലായിരിക്കുന്ന ഒരാളെ വിടുവിക്കുന്നതിന് കൊടുക്കുന്ന വിലയാണ് മോചനവില. മനുഷ്യർ വയസ്സ് ചെന്ന് മരിക്കാൻ ദൈവം ഒരിക്കലും ഉദ്ദേശിച്ചിരുന്നില്ല. നമുക്കെങ്ങനെ അറിയാം? ബൈബിളിൽ പാപം എന്ന് വിളിച്ചിരിക്കുന്ന കാര്യം ചെയ്താൽ മരിക്കുമെന്നാണ് ദൈവം ആദ്യ മനുഷ്യനായ ആദാമിനോട് പറഞ്ഞത്. പാപം ചെയ്തില്ലായിരുന്നെങ്കിൽ ആദാം ഒരിക്കലും മരിക്കില്ലായിരുന്നു. ബൈബിൾ പറയുന്നതനുസരിച്ച് ആദാമിലൂടെ മരണം മനുഷ്യകുടുംബത്തിൽ കടന്നു. അങ്ങനെ ആദാം തന്റെ സന്തതി പരമ്പരകൾക്ക് പാപവും അതിന്റെ ശിക്ഷയായ മരണവും കൈമാറി. ആദാമിൽ നിന്ന് അവകാശമാക്കിയ മരണശിക്ഷയിൽ നിന്ന് നമ്മളെ വിടുവിക്കുന്നതിന് മോചനവില ആവശ്യമാണ്. റോമർ 5:12 ഇങ്ങനെ വായിക്കുന്നു: ഒരു മനുഷ്യനിലൂടെ പാപവും പാപത്തിലൂടെ മരണവും ലോകത്തിൽ കടന്നു. അങ്ങനെ എല്ലാവരും പാപം ചെയ്തതുകൊണ്ട് മരണം എല്ലാ മനുഷ്യരിലേക്കും വ്യാപിച്ചു. റോമർ 6:23 ഇങ്ങനെ വായിക്കുന്നു: പാപം തരുന്ന ശമ്പളം മരണം, ദൈവം തരുന്ന സമ്മാനമോ നമ്മുടെ കർത്താവായ ക്രിസ്തുയേശുവിലൂടെയുള്ള നിത്യജീവനും. മരണത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കുന്നതിന് മോചനവില നൽകാൻ ആർക്ക് കഴിയും? മരിക്കുമ്പോൾ സ്വന്തം പാപത്തിന് മാത്രമാണ് ഒരാൾ പിഴയൊടുക്കുന്നത്. മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് പിഴയൊടുക്കാൻ അപൂർണനായ ഒരു മനുഷ്യനും സാധിക്കില്ല. സങ്കീർത്തനം 49:7-9 വരെ ഇങ്ങനെ വായിക്കുന്നു: സഹോദരൻ കുഴി കാണാതെ എന്നും ജീവിക്കേണ്ടതിന് അവനെ വീണ്ടെടുക്കാനോ അവനുവേണ്ടി ദൈവത്തിന് മോചനവില നൽകാനോ ഒരിക്കലും കഴിയില്ല. ജീവന്റെ മോചനവില വളരെ അമൂല്യമായതിനാൽ അത് നൽകുകയെന്നത് അവരുടെ കഴിവിനപ്പുറമാണ്. യേശു മരിച്ചത് എന്തുകൊണ്ട്? യേശു നമ്മളെപ്പോലെയല്ല, പൂർണ്ണനായിരുന്നു. ഒരിക്കലും പാപം ചെയ്യാത്തതുകൊണ്ട് സ്വന്തം പാപത്തിന്റെ പേരിൽ യേശുവിന് മരിക്കേണ്ടതില്ലായിരുന്നു. യേശു മരിച്ചത് മറ്റുള്ളവരുടെ പാപങ്ങൾക്കു വേണ്ടിയാണ്. നമുക്കുവേണ്ടി മരിക്കാൻ തന്റെ പുത്രനെ അയച്ചുകൊണ്ട് ദൈവം മനുഷ്യരോട് അസാധാരണമായ സ്നേഹം കാണിച്ചു. പിതാവിനെ അനുസരിച്ചുകൊണ്ടും
നമ്മുടെ പാപങ്ങൾക്കു വേണ്ടി സ്വന്തം ജീവൻ അർപ്പിച്ചുകൊണ്ടും യേശുവും നമ്മളോട് സ്നേഹം കാണിച്ചു. യോഹന്നാൻ 3:16 ഇങ്ങനെ വായിക്കുന്നു: തന്റെ ഏകജാതനായ മകനിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചുപോകാതെ അവരെല്ലാം നിത്യജീവൻ നേടാൻ ദൈവം അവന് ലോകത്തിനു വേണ്ടി നൽകി. അത്ര വലുതായിരുന്നു ദൈവത്തിന് ലോകത്തോടുള്ള സ്നേഹം. റോമർ 5:18-19 ഇങ്ങനെ വായിക്കുന്നു: അങ്ങനെ ഒറ്റ അപരാധം കാരണം എല്ലാത്തരം മനുഷ്യരെയും കുറ്റക്കാരായി വിധിച്ചതുപോലെ ഒറ്റ നീതിപ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ എല്ലാത്തരം മനുഷ്യരെയും നീതിമാന്മാരായി പ്രഖ്യാപിച്ച് അവർക്ക് ജീവൻ നൽകും. ഒറ്റ മനുഷ്യന്റെ അനുസരണക്കേടുകൊണ്ട് അനേകർ പാപികളായതുപോലെ ഒറ്റ വ്യക്തിയുടെ അനുസരണം കൊണ്ട് അനേകർ നീതിമാന്മാരായിത്തീരും. യേശു ഇപ്പോൾ എന്തു ചെയ്യുകയാണ്? ഭൂമിയിലായിരുന്നപ്പോൾ യേശു രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കുകയും ചെയ്തു. അതുവഴി അനുസരണമുള്ള മനുഷ്യർക്കു വേണ്ടി ഭാവിയിൽ എന്തു ചെയ്യുമെന്ന് യേശു കാണിച്ചു. യേശുവിന്റെ മരണശേഷം ദൈവം യേശുവിനെ ഒരു ആത്മവ്യക്തിയായി ഉയർപ്പിച്ചു. തുടർന്ന് യേശു ഭൂമിയുടെ മേൽ രാജാവായി ഭരിക്കാനുള്ള അധികാരം യഹോവയിൽ നിന്ന് ലഭിക്കുന്നതുവരെ ദൈവത്തിന്റെ വലതുഭാഗത്ത് കാത്തിരുന്നു. ഇന്ന് യേശു സ്വർഗ്ഗത്തിൽ രാജാവായി വാഴുകയാണ്. ആ സന്തോഷവാർത്ത യേശുവിന്റെ അനുഗാമികൾ ഭൂമിയിൽ എല്ലായിടത്തും അറിയിച്ചുകൊണ്ടിരിക്കുന്നു. ദാനിയേൽ 7:13-14 ഇങ്ങനെ വായിക്കുന്നു: രാത്രിയിലെ ദിവ്യദർശനങ്ങളിൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതാ ആകാശമേഘങ്ങളോടുകൂടെ മനുഷ്യപുത്രനെപ്പോലുള്ള ഒരാൾ വരുന്നു. പുരാതന കാലം മുതലേ ഉള്ളവന്റെ അടുത്തേക്ക് ചെല്ലാൻ അവന് അനുമതി ലഭിച്ചു. അവർ അവനെ അദ്ദേഹത്തിന്റെ തൊട്ടടുത്തേക്ക് കൊണ്ടുചെന്നു. എല്ലാ ജനതകളും രാജ്യക്കാരും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവന് ആധിപത്യവും ബഹുമതിയും രാജ്യവും നൽകി. അവന്റെ ആധിപത്യം ഒരിക്കലും നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യവും അവന്റെ രാജ്യം നശിപ്പിക്കപ്പെടാത്തതുമായിരിക്കും. മത്തായി 24:14 ഇങ്ങനെ വായിക്കുന്നു: ദൈവരാജ്യത്തിന്റെ ഈ സന്തോഷവാർത്ത എല്ലാ ജനതകളും അറിയാനായി ഭൂലോകത്തെങ്ങും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. പെട്ടെന്ന് തന്നെ യേശു തന്റെ രാജാധികാരം ഉപയോഗിച്ച് ഭൂമിയിലെ എല്ലാ കഷ്ടപ്പാടുകൾക്കും അവസാനം വരുത്തും. ദുരിതങ്ങൾക്ക് കാരണക്കാരായവരെയും നീക്കം ചെയ്യും. എന്നാൽ യേശുവിനെ അനുസരിച്ചുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും പർദീസ ഭൂമിയിൽ ജീവിക്കാനാകും. സങ്കീർത്തനം 37:9-11 വരെ ഇങ്ങനെ വായിക്കുന്നു: കാരണം ദുഷ്പ്രവർത്തിക്കാരെ എല്ലാം ഇല്ലാതാക്കും. എന്നാൽ യഹോവയിൽ പ്രത്യാശ വയ്ക്കുന്നവർ ഭൂമി കൈവശമാക്കും. കുറച്ചുകാലം കൂടെ കഴിഞ്ഞാൽ ദുഷ്ടന്മാരുണ്ടായിരിക്കില്ല. അവർ ഉണ്ടായിരുന്നിടത്ത് നീ നോക്കും, പക്ഷെ അവരെ കാണില്ല. എന്നാൽ സൗമ്യതയുള്ളവർ ഭൂമി കൈവശമാക്കും. സമാധാന സമൃദ്ധിയിൽ അവർ അത്യധികം ആനന്ദിക്കും.